ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. നമ്മൾ കഴിഞ്ഞ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് വന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ വീഡിയോക്കകത്ത് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും? എന്താണ് ഇതിൻ്റെ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഏതാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് അല്ല കമൻസ് കണ്ടു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണെന്നറിയാലോ? +2 കമ്പ്യൂട്ടർ ഓർ ഇക്വലന്റ്, അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് പ്രൊഫിഷ്യൻസി. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, എനിക്ക് ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്, ഇത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. ഇത് PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയറിന് ഇക്വലന്റ് ഓർ ഹയർ ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നും, അതുപോലെ തന്നെ KGTE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിന് ഇക്വലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള കോഴ്സ് PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ഗവൺമെന്റ് ഓർഡേഴ്സ് ഒക്കെ നമ്മളുടെ PSC സൈറ്റിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് അത് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് കേട്ടോ. സോ ആദ്യം നമ്മൾ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയറിന് ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് PSC അപ്രൂവ് ചെയ്തിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ്. ആദ്യത്തേത് VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്. ഓക്കെ, ആ ഒരു കോഴ്സ് ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പോളിടെക്നിക് ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ആ കോഴ്സാണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് ഇംഗ്ലീഷ് ഹയറിന് ഇക്വലന്റ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതാണ് ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടീസ്, അതും അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സാണ്. പിന്നെ വരുന്നത് ഡിപ്ലോമ ഇൻ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ്. ഈ 4 കോഴ്സുകളാണ് അല്ലെങ്കിൽ ഈ 4 പ്രോഗ്രാമുകളാണ് KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയറിന്റെ ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് PSC അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിന്റെ വാലിഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഓർഡേഴ്സ് കയ്യിൽ കരുതുക കേട്ടോ. ദെൻ അടുത്തതാണ് നമ്മളുടെ ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റന്റിന്റെ അടുത്തൊരു സർട്ടിഫിക്കറ്റ് ആണ് KGTE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ്, അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇനി പറയുന്നത്. കുറേ പേരുടെ ഒരു സംശയമാണ്, ഇംഗ്ലീഷ് ഹയറിന് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇക്വലന്റ് ആണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടു. ഇത് രണ്ട് സ്ട്രീം ആണ് എന്ന് ഓർക്കുക. ഇംഗ്ലീഷ് ഹയറിന് ഈ 4 കോഴ്സ് മാത്രമാണ് ഈക്വലന്റ് ഓർ ഹയർ ആയിട്ട് PSC അംഗീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി വേർഡ് പ്രോസസ്സിങ്ങിന് KGTE വേർഡ് പ്രോസസ്സിങ്ങിന് ഇക്വലന്റ് ആയിട്ടുള്ള കോഴ്സസ് ആണ് പറയുന്നത്. സോ KGTE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിന് ഇക്വലന്റ് ആയിട്ട് വരുന്നത് ഏകദേശം ഒരു 13ഓളം ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അതിനകത്ത് ആദ്യത്തേതാണ് +2 കമ്പ്യൂട്ടർ സയൻസ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ VHSC ഓഫീസ് സെക്രട്ടറിഷിപ്പ്, അതുപോലെ തന്നെ NTC COPA കോഴ്സ് അംഗീകരിച്ചിട്ടുള്ളതാണ്, ITA ആണ്. ദെൻ പോളിടെക്നിക് ഡിപ്ലോമ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലുള്ള പോളിടെക്നിക് ഡിപ്ലോമ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് CABM, അത് പഴയ ഒരു കോഴ്സാണ്. CABM കോഴ്സ് പഠിച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അടുത്തത് KGTE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ലോവർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന് ഇക്വലന്റ് ആണ്. KGTE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഹയർ ഇതിന് ഇക്വലന്റ് ആണ്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ DTP ഇംഗ്ലീഷ് ആൻഡ് മലയാളം, അത് ഇക്വലന്റ് ആണ്. BCom വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അത് ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. BCA വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCA ഉള്ള ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ BCA ക്വാളിഫിക്കേഷൻ ഇക്വലന്റ് ഓർ ഹയർ ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിനാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള നേരത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടിട്ടുള്ള 4 കോഴ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഓക്കെ. വിത്ത് നിങ്ങളുടെ BCA ആണെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിന് ഇക്വലന്റ് ഓർ ഹയർ കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതിന് അടുത്തതാണ് PG ഡിപ്ലോമ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഉള്ളത്. ഓക്കെ, അടുത്തതാണ് ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള PG ഡിപ്ലോമ. അപ്പോൾ ഈ 13 കോഴ്സസ് ആണ്
PSC KGTE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങിന് ഇക്വലൻ്റ് ഓർ ഹയർ ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സോ ഈ ക്വാളിഫിക്കേഷൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹൈക്കോർട്ട് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ലിസ്റ്റ് ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യുക. കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോദിക്കുക. സോ സീ യു അഗെയിൻ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഫൈൻ, താങ്ക് യു.